എടുത്താലോ? അപ്പൊ ഇവിടെ ബ്രൈഫാനും മുട്ട ഇതും ഒക്കെ എടുത്തു. ഞാൻ നമുക്കൊരു ചട്ടകത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ചട്ടകം എടുത്തുക്കണേ. പിന്നെ ഒരു പ്ലേറ്റിന്റെ ആവശ്യമുണ്ട്. പ്ലേറ്റ് എടുത്തുക്കണേ. നമുക്ക് നേരെ പോവാ. മുട്ട ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പൊ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് കുറച്ച് ഇടണം. കുരുമുളക് പൊടി കഴിഞ്ഞിട്ടുള്ള തോന്നണ്. അപ്പൊ കുരുമുളക് ഉണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് കുരുമുളക് ഇട്ടെടുക്കാം. ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലത്തെ കുരുമുളക് കഴിഞ്ഞിട്ട് കുറച്ച് ഇട്ടെടുത്തുകൊണ്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഗ്യാസ് കത്തിക്കലാണ്. അതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് ഈ എന്നിട്ട് ഒരു എണ്ണ എടുക്കുക. ഒരു എണ്ണ എടുത്തിട്ട് കുറച്ച് ചൂടാക്കട്ടെ. ഒന്ന് ചൂടാക്കട്ടെ. എന്നിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം പരത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കറക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആവട്ടെ. അതായത് വെയിറ്റ് ആവട്ടെ. ഇതിത്തെ ക്യാമറമാൻ ഈ ചെക്കനാട്ടാ. അപ്പൊ മുട്ട നല്ലോണം ഒന്ന് വാവട്ടെ. എനിക്ക് കൈ എത്താത്തോണ്ട് ഞാൻ തന്നെ പിടിച്ചാണ്. ഇപ്പൊ ചെറുതായിട്ട് ആവാനായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മറിച്ചിട്ടെടുക്കണം. ഇതൊന്ന് പൊട്ടിച്ചോ. മറിച്ചിട്ടെടുക്കണം. അപ്പൊ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടേ. അപ്പൊ മുട്ട ഒന്ന് ഊരുന്നുണ്ട്. ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. അറിയാതെ സംഭവിച്ചതാ. മുട്ട ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് ഇട്ടെടുക്കാം. പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് വെറുതെ തുറക്കുക. നമ്മൾക്ക് ഇവിടെ മുട്ട മൂത്ത് പൊള്ളിയിട്ട് പേടിച്ച് നിൽക്കാട്ടാ. മുട്ടക്ക് മാറിക്കുന്നു. ഇനി നമുക്ക് മുട്ട ഒന്ന് തിന്ന് നോക്കാം. അതിന് കുറച്ച് സോസ് ഉണ്ടെങ്കിൽ സോസ് എടുക്കാം. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിടിക്കുന്ന കാക്കാനെ വിളിച്ചത്. എന്നിട്ട് സോസ് ചെയ്ത് വെക്കണേ. ഞാൻ ഒന്ന് ചൂടാറാൻ വെക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് തിന്ന് നോക്കാം. തിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കാം. മുക്കിയിട്ടുണ്ട്. തിന്ന് നോക്കട്ടെ. സൂപ്പർ. ഇനി എൻ്റെ ചക്കനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ചക്കന് മുട്ട ടേസ്റ്റ് ചെയ്ത്. അപ്പൊ അവനക്ക് വേറെ എന്തോ പണിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് സമോസ? സൂപ്പർ. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കണം. അടുത്ത വീഡിയോയിൽ വരാം.